എല്ലാവർക്കും നമസ്കാരം. അങ്ങനെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയായിരിക്കുകയാണ്. അദ്ദേഹം പറവൂർ MLA ആണ്. 12 ദിവസമായി നമ്മൾ മുഖ്യമന്ത്രിയെ കാത്തിരിക്കുകയാണ്. അങ്ങനെ KC വേണുഗോപാലിനെയും രമേശ് ചെന്നിത്തലയും മരത്തടിച്ചുകൊണ്ട് അദ്ദേഹം ആ കസേരയിലെത്തി. യഥാർത്ഥത്തിൽ ഹൈക്കമാൻഡിന്റെ താല്പര്യം KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കുക എന്നതാണ്. അതിന് KC വേണുഗോപാൽ 5 വർഷം മുമ്പേ നീക്കങ്ങൾ നടത്തിയിരുന്നു. കാര്യം 2021 കോൺഗ്രസ് ദയനീയ പരാജയം നേരിട്ടപ്പോൾ അവർ 32 സീറ്റിലേക്ക് ഒതുങ്ങിയപ്പോൾ മുതിർന്ന നേതാക്കളെ വെട്ടി ശ്രീ വി ഡി സതീശനെ പ്രതിഷ്ഠിച്ചത് KC വേണുഗോപാലാണ്. അന്ന് KCയും VDയും ഒരേ ഗ്രൂപ്പായിരുന്നു. 5 വർഷത്തിന് ശേഷം മുഖ്യമന്ത്രിയാകുക എന്നതായിരുന്നു ലക്ഷ്യം. അത്ര വലിയ ആരാധക വൃന്ദങ്ങളൊന്നും വി ഡി സതീശന് അന്നില്ലായിരുന്നു. ഈ 4 വർഷം വരെ അദ്ദേഹത്തിന് വലിയ ആരാധക വൃന്ദങ്ങൾ ഒന്നുമില്ലായിരുന്നു. എന്നാൽ പെട്ടെന്നായിരുന്നു അവസാനത്തെ ഒരു 3-4 മാസം കൊണ്ടാണ് അദ്ദേഹത്തിന് ഒരു വലിയൊരു പഞ്ചായത്ത് ഇലക്ഷൻ്റെ വലിയ വിജയം, കോൺഗ്രസിനെ തിരിച്ചു കൊണ്ടുവരുന്ന നേതാവ്, അങ്ങനെ ഒരു വലിയൊരു ഇമേജ് കോൺഗ്രസ് നേതാക്കൾക്കുള്ളിൽ ഉണ്ടായി. എന്നാൽ ഈ ഇലക്ഷന് അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം നന്നായി കുറഞ്ഞു. എന്നിരുന്നാലും അദ്ദേഹം വിജയിച്ചു. 10,000-ഓളം വോട്ടുകൾക്ക് ടൈസൺ മാസ്റ്റർ തോപ്പിച്ചാണ് അദ്ദേഹം വിജയിച്ചത്. എന്നിരുന്നാലും അതിനുശേഷം KC വേണുഗോപാൽ തൻ്റെ കരുക്കൾ നീക്കി. അദ്ദേഹം തന്നെ ഏകദേശം മുഖ്യമന്ത്രിയാകുമെന്ന് ഉറപ്പായിരുന്നു. കഴിഞ്ഞ ദിവസം വരെ അദ്ദേഹം മുഖ്യമന്ത്രിയാകാനുള്ള സാധ്യതയായിരുന്നു കൂടുതൽ. എന്നാൽ മുസ്ലിം ലീഗിന്റെ പിന്തുണ വലിയ തോതിൽ വി ഡി സതീശന് ലഭിച്ചു. അങ്ങനെ അവർ, അതായത് രാഹുൽ ഗാന്ധി ആണെങ്കിലും ഹൈക്കമാൻഡ് ആണെങ്കിലും ലീഗിനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ വഴങ്ങിയില്ല. അങ്ങനെ ഗത്യന്തരമില്ലാതെ കോൺഗ്രസിന് വഴങ്ങേണ്ടി വന്നു. അതായത് UDF-ലെ വലിയ ശക്തി ലീഗ് തന്നെയാണ്. കാര്യം ലീഗ് ഇല്ലെങ്കിൽ UDF ഇല്ല എന്നതാണ് ഇതിന്റെ തെളിവ്. കാര്യം ലീഗ് ശക്തമായ പാർട്ടിയാണ്. 22 MLA-മാരായിരിക്കുന്നു. ഒരുപക്ഷെ ഡീലിമിറ്റേഷൻ നടന്നിരുന്നെങ്കിൽ, അല്ലെങ്കിൽ പുതിയ ജനസംഖ്യ വഴി ഡീലിമിറ്റേഷൻ നടന്നാൽ മലബാറിൽ വീണ്ടും സീറ്റ് കൂടും. അപ്പോൾ ലീഗിന് എങ്ങനെയാണ് 30-35 സീറ്റാകും. പക്ഷേ ഇവർ ഡീലിമിറ്റേഷനെ എതിർത്തു. ഭാവിയിലാണെങ്കിലും ഒരുപക്ഷെ കോൺഗ്രസ് പാർട്ടിക്ക് വെല്ലുവിളിയായി കോൺഗ്രസിനേക്കാൾ അപ്പുറം ഒരുപക്ഷെ ലീഗ് വളർന്നേക്കാം. കാര്യം തെക്കൻ ജില്ലകളിൽ സീറ്റ് കുറയുകയാണ്. ഈ കാരണത്താൽ നമുക്ക് അതിലേക്ക് പിന്നീട് വരാം. വി ഡി സതീശൻ ഭരിക്കാൻ പോവുകയാണ്. എന്നാൽ അദ്ദേഹം നേരിടാൻ പോകുന്ന വലിയ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ MLA-മാരുടെ പിന്തുണ കൂടുതലും KC വേണുഗോപാലിനാണ്. ഇദ്ദേഹത്തിന് ഗ്രൂപ്പില്ല. ഇദ്ദേഹം മാത്രവുമല്ല, ഇദ്ദേഹത്തിന് ഈ ഗ്രൂപ്പില്ലാത്തതുകൊണ്ട് അധികം പദവികളൊന്നും ലഭിച്ചിട്ടില്ല. ഇദ്ദേഹം ആകെ നേടിയ വലിയ പദവി MLA-യും പിന്നെ പ്രതിപക്ഷ നേതാവ് സ്ഥാനവുമാണ്. അത് ലഭിച്ചത് KC വേണുഗോപാലിന് വരാൻ വേണ്ടിയായിരുന്നു. ഭരണത്തിലെ പരിചയക്കുറവ് അദ്ദേഹത്തിന് പ്രശ്നമാണ്. മാത്രമല്ല അധികാരതാകിയായി KC വേണുഗോപാൽ കേന്ദ്രത്തിലുണ്ട്. അദ്ദേഹത്തിന് AICC പ്രസിഡന്റ് സ്ഥാനം ലഭിക്കുമെന്ന് പറയുന്നു. അതേപോലെ രമേശ് ചെന്നിത്തലയുടെ കാര്യം, അദ്ദേഹത്തിൻ്റെ കരിയർ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ഭാവി കേരളത്തിൽ ഏകദേശം അവസാനിച്ച പോലെയാണ്. ഏകദേശം അദ്ദേഹത്തിന് 68, 69, 70 ഏകദേശം ആ പ്രായം ഉണ്ടാവും. അടുത്ത തെരഞ്ഞെടുപ്പിൽ ഏതായാലും ഇനി വി ഡി സതീശൻ തന്നെയായിരിക്കും നയിക്കുക. ഏതെങ്കിലും വിവാദം വന്ന് അദ്ദേഹം പുറത്തായില്ലെങ്കിൽ മാത്രം. അങ്ങനെ വരുമ്പോഴത്തേക്കും വീണ്ടും 10 വർഷത്തിലധികം അദ്ദേഹത്തിന് കാത്തിരിക്കേണ്ടി വരും. അപ്പോൾ ഏകദേശം അദ്ദേഹത്തിന് 80 വയസ്സിലധികമാകും. KC വേണുഗോപാലിന്റെ അവസ്ഥയും ഇത് തന്നെ. ഏകദേശം ഇവർ രണ്ടുപേരും കേരള രാഷ്ട്രീയത്തിൽ നിന്നും ഏകദേശം പുറത്തായ മട്ടാണ്. പിന്നെ ഇനി രമേശ് ചെന്നിത്തലയുടെ മുമ്പിലുള്ള സാധ്യതകൾ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം BJP പോകുക എന്നതാണ്. പാർട്ടി വളർത്തി BJP പോയാൽ ഒരുപക്ഷെ ഓപ്പറേഷൻ ലോട്ടസ് കർണാടകയിൽ നടന്ന പോലെ അല്ലെങ്കിൽ ആസാമിൽ നടന്ന പോലെ അദ്ദേഹത്തിന് അവിടെ ചെന്ന് മുഖ്യമന്ത്രിയോ ഗവർണറോ ആകാൻ സാധിക്കും. സാധ്യതകളാണ്, അദ്ദേഹം പോകുമെന്നല്ല, ഇതെല്ലാം ഒരു സാധ്യതകളാണ്, ചെയ്യാൻ സാധിക്കും. രാഷ്ട്രീയം അവസരങ്ങളുടെ ഒരു കലയാണ്. രാഷ്ട്രീയത്തിൽ സ്ഥിരമായ ശത്രുക്കളും മിത്രങ്ങളും ഒന്നുമില്ല.